بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ പുലർത്തുവാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പരമാവധി പഠിച്ച് ആദരപൂർവം ജീവിതത്തിൽ അനുഷ്ഠിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, 63 വർഷക്കാലത്തെ ജീവിതം എക്കാലവും ലോകത്തിനു മുമ്പിൽ മികച്ച മാതൃകകൾ അവശേഷിപ്പിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനിപ്പിച്ചത്. എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചതിനപ്പുറം നമ്മൾ എങ്ങനെയാണ് മരിക്കേണ്ടത്, മരണത്തിന് മുമ്പ് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്നുപോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചാണ് കടന്നുപോയത്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന വചനം അക്ഷരാർത്ഥത്തിൽ സത്യസന്ധമായി പുലർന്നതാണ്. അള്ളാഹുവിനെ കാണണം, അള്ളാഹുവിൻ്റെ തൃപ്തി നേടണം, പരലോകത്ത് രക്ഷപ്പെടണം എന്ന ആഗ്രഹമുള്ളവർക്കെല്ലാം ജീവിക്കേണ്ടതെങ്ങനെ, സംസാരിക്കേണ്ടതെങ്ങനെ, ഭക്ഷണം കഴിക്കേണ്ടതെങ്ങനെ, ആരാധനകൾ നിർവഹിക്കേണ്ടതെങ്ങനെ എന്ന് പഠിപ്പിച്ചതിനും അപ്പുറം
മരിക്കേണ്ടതെങ്ങനെ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത് എങ്ങനെ എന്ന് പോലും പഠിപ്പിച്ചു നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വലിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണത്തെക്കുറിച്ചാണല്ലോ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ മാസം റബീഉൽ അവ്വലാണ് എന്നതിൽ തർക്കമില്ല. അത് റബീഉൽ അവ്വൽ 12-നായിരുന്നു എന്നതിലും തർക്കമില്ല. പക്ഷെ റബീഉൽ അവ്വൽ മാസത്തിൽ മരണത്തെക്കുറിച്ച ചർച്ച സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിനെ കുറിച്ചും അതിൻ്റെ സന്തോഷങ്ങളെക്കുറിച്ചുമാണ് ചർച്ചയുണ്ടാവാറുള്ളത്. മുസ്ലിം ലോകം എക്കാലവും ചർച്ച ചെയ്യേണ്ടത് അങ്ങനെയാണല്ലോ. കാരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് മനുഷ്യർ പുനരുജ്ജീവിപ്പിക്കപ്പെടുക, മരണാനന്തര ജീവിതത്തിലേക്ക്, ഖിയാമത്ത് നാളിലേക്ക് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരേണ്ടി വരിക, നമ്മൾ എങ്ങനെയാണോ മരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ്. അപ്പൊ നന്നാവേണ്ടത് ജീവിതമല്ല, മരണമാണ്. മരണം നന്നായാൽ മാത്രമേ മരണാനന്തര ജീവിതം ആ മരണത്തിനനുസൃതമായ രൂപത്തിൽ നന്നാവുകയുള്ളൂ. ഇന്ന് വായിച്ചൊരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു അദ്ദന്ന അലല്ലാഹ്. നിങ്ങളിൽ ഒരാളും അള്ളാഹുവിനെ കുറിച്ച് മോശമായ ഒരു വിചാരം വെച്ച് മരിക്കാനിടയാവരുത്. അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്തകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് വേണം ഒരാൾക്ക് ജീവിക്കാൻ എന്നല്ല, മരിക്കാൻ എന്നാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത് മരിക്കുന്ന സമയത്തല്ല പ്രിയപ്പെട്ടവരെ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഹജ്ജത്തുൽ വദാഇൽ മരണത്തിന്റെ മാസങ്ങൾക്ക് മുമ്പ്, 4-5 മാസങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്നുകൊണ്ട് നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിന് ഹംദും സ്വലാത്തും ഒക്കെ കഴിഞ്ഞ് തുടക്കം ഇട്ടത് എങ്ങനെയാണ്? യാ അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ അബദ. ജനങ്ങളെ, എന്നെ നന്നായി ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് നന്നായി കേൾക്കണം. കാരണം ഇനി ഒരു ഹജ്ജിന് കൂടി നിങ്ങളോടൊപ്പം ഇവിടെ ഒരുമിച്ച് കൂടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. നോക്കേണ്ടത് ലഅല്ലി ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ അബദ. ഇനി ഒരിക്കലും നമ്മൾ ഇവിടെ വെച്ചൊരു ഒരുമിച്ച് കൂടൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി കേട്ട് പഠിച്ച് മനസ്സിലാക്കണം. ഖിയാമത്തോളമുള്ള മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്. മതാഫിൽ, അതേ ഹജ്ജിൽ മതാഫിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആവർത്തിച്ചു, യാ അയ്യുഹന്നാസ് ഖുദൂ അന്നീ മനാസികക്കും. ജനങ്ങളെ, ഈ ഹജ്ജ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എന്നെ ശരിയായ രൂപത്തിൽ ശ്രദ്ധയോടുകൂടി നോക്കി പഠിക്കണം. കാരണം ഫലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ, ഇനി ഒരു ഹജ്ജിന് ഞാൻ ഉണ്ടാവുകയില്ല, ഉണ്ടാവുമോ എന്ന് ഉറപ്പില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളോടൊക്കെ നമ്മൾ മരിക്കാനായോന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇന്നത്ര കാലം കിടക്കണമെന്നാ പറയാ. അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല അല്ലേ? മാസങ്ങൾക്ക് മുമ്പേ മരണത്തിനു വേണ്ടിയുള്ള ഒരുക്കം ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മക്കളോട്, സ്വന്തം കുടുംബങ്ങളോട്, അനുയായി വൃന്ദങ്ങളോട് തനിക്കുള്ള ബാധ്യതകളും തൻ്റെ ഉത്തരവാദിത്തങ്ങളും ഉപദേശ രൂപേണ ഓരോ സമയങ്ങളിലും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്.
അതിനിടയിൽ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് വന്നു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബ. അല്ലാഹുവിന്റെ ദീനാണ്, അതിൽ പണ്ടെങ്കുമില്ലാത്ത വിധത്തിൽ ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് നബിയെ അങ്ങ് കാണുന്നില്ലേ? അങ്ങ് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാവുക, ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. ഈ അധ്യായത്തിന് സൂറത്തുൽ വിദാഅ എന്നുകൂടി പേരുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്തയുടെ മുന്നറിയിപ്പായിരുന്നു എന്ന് സ്വഹാബത്ത് തരിച്ചിരുന്നു പോയി, ബേജാറായിപ്പോയി. പ്രായമായ സ്വഹാബികൾ നിലവിളിച്ചു പോയി. അങ്ങനെ 2 മാസം കൂടി കഴിയുന്നു. വഫാത്തിന്റെ മുമ്പുള്ള സഫർ മാസത്തിൽ ഉഹദിലേക്ക് പോയി. അവിടെ ഷഹീദായ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന നിർവഹിക്കുന്നു. ശേഷം ബഖീ ഖബറിസ്ഥാനിലേക്ക് പോയി അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പള്ളി മെമ്പറിലേക്ക് കയറി വന്നിട്ട് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നു, ഇന്നി ഫറത്തുല്ലക്കും, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയാണ്, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയാണ്, നിങ്ങളെ പ്രതീക്ഷിച്ച് ഞാൻ അവിടെ കാത്തിരിക്കും. വാന ഷഹീദുൻ അലൈക്കും, നിങ്ങൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷിയായി ഞാൻ അവിടെ ഉണ്ടാകും. വഇന്നി വല്ലാഹി ലഅൻദുറു ഇലാ ഹൗലിൽ ആൻ, ഞാൻ എനിക്കായി തയ്യാറാക്കപ്പെട്ട ഹൗലുൽ കൗസർ കണ്ടുകൊണ്ടിരിക്കുന്നു. മരണം മുന്നിൽ കാണുന്ന ഒരു മനുഷ്യന്റെ തയ്യാറെടുപ്പുകൾ, മരണം മുന്നിൽ കാണാൻ തുടങ്ങിയാൽ നമുക്കുമൊക്കെ ഇങ്ങനെ തയ്യാറെടുപ്പ് നടത്താൻ തോന്നും. നമ്മുടെ മനസ്സിലൊന്നും അടുത്ത കാലത്ത് മരിക്കുമെന്ന ചിന്തയില്ലാത്തത് കൊണ്ട് നമുക്ക് നാട്ടുകാരോടും കുടുംബത്തോടും ഒക്കെയുള്ള ബാധ്യതകൾ, നമ്മോടും നമ്മുടെ റബ്ബിനോടുമുള്ള ബാധ്യതകളൊക്കെ അതേപോലെ ഇങ്ങനെ പിന്നെയാക്കാം. ഉമ്മാന്റെ പാപ്പാന്റെ കബറിങ്ങന്ന് പോകല്ലേ എന്ന് വെച്ചാൽ അടുത്ത വെള്ളിയാഴ്ച ആക്കാന്നാ പറയാ. അടുത്ത വെള്ളിയാഴ്ച ഇവിടെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്, നമ്മളിവിടെ ഉണ്ടാകുമെന്ന് ആലോചിക്കേണ്ട കാര്യത്തിലേക്ക് ഇപ്പോഴും നമ്മൾ കടന്നു പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ചുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. സഫർ 27 വഫാത്തിന്റെ ഒരു 15 ദിവസം മുമ്പ് ചെറിയൊരു തലവേദന വരുന്നു. അത്രയൊക്കെ ഉള്ളൂ ഇപ്പൊ നമ്മുടെ കാര്യം അല്ലേ. ബഖീയിലേക്ക് ഖബറിസ്ഥാൻ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വരുമ്പോൾ ഒരു നേരിയ തലവേദന തുടങ്ങുന്നു. ആ തലവേദന പിന്നീട് മരണം വരെ നിലനിൽക്കുന്നു. പക്ഷെ ആ രോഗാവസ്ഥയിലും തലവേദനയായി, പനിയായി, മേലുവേദനയായി, നടക്കാൻ ബുദ്ധിമുട്ടായി, എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായി, ഇരുന്നിടത്ത് തന്നെ ഇരിക്കേണ്ടി വന്നു, 4 ആളുകളുടെ ചുമലിൽ പിടിച്ച് നടക്കാനുള്ള ആ അവസ്ഥ വന്നു. പക്ഷെ അപ്പോഴൊക്കെയും ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഒഴിവാക്കാതെ മുടങ്ങാതെ പിന്നെയും 11 ദിവസങ്ങൾ പങ്കെടുക്കും. ഒരു ജലദോഷം വന്നാൽ നമ്മളെന്ത് ചെയ്യുക? ഒരു പനി വന്നാൽ, ഒരു തലവേദന വന്നാൽ നമുക്ക് പള്ളിയിലേക്ക് വരാതിരിക്കാനുള്ള ന്യായങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഈ സമുദായം ഇപ്പൊ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നേതാവ് ചെയ്തത് 2-3 ആളുകളുടെ ചുമലിൽ പിടിച്ചു തൂങ്ങി, എന്നിട്ടും കാല് പറിച്ചു വെക്കാൻ കഴിയാത്തതിന്റെ പേരിൽ കാല് മണലിലൂടെ ഇങ്ങനെ വലിച്ച്, ആ സമയത്തും വരുന്നത് ജമാഅത്ത് നമസ്കരിക്കാനാണ്. വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ പോരെ നമ്മൾ ചോദിക്കുക. നമ്മളുടെ ന്യായമാണത്. പക്ഷെ ഉമ്മത്തിന്റെ നേതാവ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പള്ളിയിലേക്ക് തന്നെയാണ് പിന്നെയും 11 ദിവസം. ഒട്ടും എഴുന്നേൽക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ പോലും പള്ളിയിൽ വന്നു. വഫാത്തിന്റെ 5 ദിവസം മുമ്പ് പള്ളിയിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി മിമ്പറിൽ ഇങ്ങനെ കൂടിയിരുന്നിട്ട് ആളുകൾ ഒളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞത്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ എന്നാണ്.
ജനങ്ങളെ, യഹൂദ ക്രൈസ്തവരെ അള്ളാഹു ശപിക്കാനുള്ള കാരണം അവരുടെ നേതാക്കന്മാരുടെയും നബിമാരുടെയും ഒക്കെ കബറിടങ്ങളെ അവർ ആരാധനാ കേന്ദ്രമാക്കി എന്നതുകൊണ്ടാണ്. അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ. എന്നിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ് ലാ തത്തഖിദു ഖബരി വസനൻ യുഅബദ്. അവർ ചെയ്തതുപോലെ എന്റെ കബറിടത്തെ നിങ്ങളൊരു ആരാധനാ കേന്ദ്രമാക്കരുത് എന്ന്. ഈ സമുദായം എവിടെയാണ്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അബിസീനിയൻ യാത്ര കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ ദാരുണാവസ്ഥ കണ്ടപ്പോൾ പറഞ്ഞുപോയി, അബിസീനിയയിലൊക്കെ പള്ളികൾ എന്തോരും അലങ്കരിച്ചാ നിൽക്കുന്നത്, നമ്മളെ പള്ളി ഇങ്ങനെ ആയിപ്പോയല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നഹും ഇദാ റകാബ ഇദാ മാതു ഫീഹിം റജുലൻ സ്വാലിഹൻ ബനൂ അലാ ഖബരിഹി മസ്ജിദ തുമ്മ അഅതഖഫു അലൈഹി ഉലൈക സിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. അതോ അവരുടെ നാട്ടിൽ ഏതെങ്കിലും നേതാക്കന്മാർ, വേണ്ടപ്പെട്ടവർ, പുണ്യവാളന്മാർ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ എന്നൊക്കെ നമ്മൾ പറയലോ, അങ്ങനത്തെ ആളുകൾ മരണപ്പെട്ടാൽ ബനൂ അലാ ഖബരിഹിം മസ്ജിദ, ആ കബറിന്റെ ചുറ്റുപാടുകളിൽ അവർ കെട്ടിടമുണ്ടാക്കിയിട്ട് സുമ്മ അഅതഖഫു ഫീഹി, അവിടെ ഇബാദത്തുകളിൽ മുഴുകുന്ന പ്രവണതയുണ്ട് അവർക്ക്. അതാണ് അങ്ങനെ ആരപ്പിനെ അലങ്കരിക്കാനുള്ള കാരണം. ഉലൈക സിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്. അല്ലാഹുവിങ്കൽ ഇത്രയും ചീത്തയായ മോശപ്പെട്ട ഒരു പടപ്പ് വർഗം, സൃഷ്ടിവർഗം വേറെ ഇല്ല. അത് ഈ സമുദായത്തിലേക്ക് വെച്ച് നോക്കിയാൽ വെറുതെയല്ല നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ചും മരണ സമയത്തോട് അടുത്ത കാലത്തെ ജീവിത രീതിയെക്കുറിച്ചും ഒന്നും പ്രതിപാദിക്കാൻ മടിക്കുന്നത് പലപ്പോഴും നമ്മുടെ വയറ്റിപ്പിഴപ്പിനത് തടസ്സമാകുമെന്നതിനാലല്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ് എന്ന് പ്രാർത്ഥിച്ചു. തൗഹീദ് അങ്ങേ അറ്റം മുറുകെ പിടിക്കാനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ വഫാത്തിനോട് അടുത്ത സമയത്ത് പോലും നബി തങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. മറ്റൊന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കാനുള്ള അത്യാവശ്യമുള്ള ഒരു കാര്യം, വഫാത്തിന്റെ 2 ദിവസം മുമ്പ്, ഞാൻ തിങ്കളാഴ്ച രാവിലെ മരിക്കുന്നു, ശനിയാഴ്ച വൈകുന്നേരം ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്, മൻ കുന്തു ലഹു ജൽദത്തൻ ലഗ്രിൻ ലഹു ഫഹാദാ ലഗ്രി ഫൽയസ്തഖിദ് മിൻഹു എന്നാണ്. ജനങ്ങളെ, നിങ്ങളുടെ കൂടെ ഞാൻ വർഷങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട്, ആരെയെങ്കിലും ഞാൻ ശാരീരികമായി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ശരീരത്തോട് തിരിച്ചടിച്ച് അതിന് പ്രതികാരമെടുക്കണം, അത് പരലോകത്തേക്ക് വെക്കരുത് എന്നാണ്. സുബ്ഹാനല്ലാഹ്. വമൻ കുന്തു സതംതു ലഹു ഇർലൻ ഫഹാദാ ഇർലി ഫൽയസ്തഖിദ് മിൻഹു. വാക്കുകൊണ്ട്, സമീപനം കൊണ്ട് ആർക്കെങ്കിലും ഞാൻ വല്ല മാനഹാനിയും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചെന്നെയും മാനഹാനി വരുത്തണം, അങ്ങനെ പ്രതികാരമെടുക്കണം, അത് പരലോകത്തേക്ക് വെക്കരുത് എന്ന്. ഞാനും നിങ്ങളും 60, 70, 80 കൊല്ലം ജീവിച്ചിട്ട് നാട്ടിലെ പ്രമാണിമാരായി കഴിഞ്ഞുകൂടിയപ്പോ ഒരാളോടും അയാൾക്കുണ്ടായ വിഷമത്തിന് മാപ്പ് പറഞ്ഞിട്ടില്ല. ഒരാളെയും അയാളെ ഉപദ്രവിച്ചതിനൊരു സങ്കടമെങ്കിലും അയാളോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മൾ മരിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ പള്ളിയിലെ ആള്, അത് ഇമാമാവാ, ഖത്തീബാകാം, പള്ളി കമ്മിറ്റി സെക്രട്ടറി, ആ മൂപ്പര് ദേശിച്ചിട്ട് പറയല, ഇന്നയാള് മരിച്ചിരിക്കുന്നു, അയാളുടെ ജനാസയാണ് ഇവിടെ ഉള്ളത്, അയാൾ നമ്മളോട് വാക്കാലോ പ്രവൃത്തിയാലോ വല്ല വീഴ്ചകളും വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്ക് പുറത്തു കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ് നമുക്ക്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ് നമുക്ക്? യാ അയ്യുഹന്നാസ് മൻ കുന്തു ലഹു ജൽദത്തൻ ഫഹാദാ ലഗ്രി ഫൽയസ്തഖിദ് മിൻഹു വമൻ കുന്തു ശതംതു ലഹു ഇർലൻ ഫഹാദാ ഇർലി ഫൽയസ്തഖിദ് മിൻഹു. അതിവിടെ തീർക്കണം, അതിന്റെ പരലോകത്തേക്ക് വെക്കരുത് എന്ന് മഹാനായ അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയാണ് ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നതുകൊണ്ട് നാമുമായി ബന്ധപ്പെടുത്തി വെക്കേണ്ടത്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന യുതീഹി മിൻ സഹറത്തി ദുനിയാ മാ ശാഅ. അല്ലാഹു അവന്റെ അടിമക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ദുനിയാവിന്റെ ആഡംബരങ്ങൾ മുഴുവനും അനുഭവിച്ചുകൊണ്ട് ഇവിടെ ഇഷ്ടമുള്ള അത്രയും കാലം ജീവിക്കണമോ, വബൈനമാഇൻദഹു, അതല്ല മരിച്ച് അള്ളാഹുവിങ്കിലേക്ക് ഉടനടി മടങ്ങണമോ എന്ന ചോദ്യം വന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ ആ അടിമ ഫഖ്താറ മാഇൻദഹു, മരണം തെരഞ്ഞെടുത്തു. നമ്മളെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ അറിയോ?
കുൽ കുൽ നിങ്ങൾ അള്ളാഹുവിന്റെ വേണ്ട യാ അയ്യുഹല്ലദീന ആമനു ആദു ഇൻകുന്തും ഇന്തും ഇന്നകന്നഖലു അൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസി ഫതമന്നവുൽ മൗത ഇൻകുന്തും സ്വാദിഖീൻ. നിങ്ങൾ മറ്റുള്ളവർക്കാൾ നല്ലവരാണ്, തികഞ്ഞവരാണ് എന്ന നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ മരിക്കാൻ തീരുമാനിക്കുവീൻ, മരിക്കാൻ ആഗ്രഹിക്കുവീൻ. വലായതമന്നൗനഹു അബദം ബിമാ ഖദ്ദമത് ഐദീഹിം എന്നാണ്. അവരിൽ ഒരാൾ പോലും ഒരു കാലത്തും മരിക്കാൻ ആഗ്രഹിക്കുകയില്ല. എന്തുകൊണ്ടാണ്? ബിമാ ഖദ്ദമത് ഐദീഹിം, അവർ മരിച്ചാൽ അപ്പുറത്ത് അപകടമാണെന്ന് അവർക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നേതാവ് മരണം തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ആ ജീവിതത്തിന്റെ വിശുദ്ധി എത്രയാണ്, ആ ജീവിതത്തിന്റെ വിശുദ്ധി എത്രയാണ്. ആ കഠിനമായ രോഗത്തിൽ പോലും ജമാഅത്തുകൾക്ക് മുടക്കം വന്നില്ല. എത്രമാത്രം നടക്കാൻ വയ്യ, ജമാഅത്ത് നടക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇമാമായി നിർദ്ദേശിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇമാമത്തിൽ ജമാഅത്ത് നടക്കുമ്പോൾ അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2-3 ആളുകളുടെ ചുമലിൽ കൈവച്ച് നീങ്ങിനിറങ്ങി വരുന്നു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹുവിന് പിന്നിലേക്ക് നീങ്ങി കൊടുക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനെ അവിടെ തന്നെ നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്ത് അല്പം മുമ്പിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്നു. നിൽക്കാൻ വയ്യ, ഇരുന്നു കൊണ്ട് നമസ്കരിക്കുന്നു. ആ നമസ്കാരത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങളിലേക്ക് ഉറക്കെ ഓതിയും തക്ബീർ ചൊല്ലിയും എത്തിക്കുന്നു. ജനങ്ങൾ അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്നുകൊണ്ട് തന്നെ നമസ്കരിക്കുന്നു എന്നത് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ഈ ഒരു ഇബാദത്തിനോട് കാണിക്കുന്ന അലസതയും അവഗണനയും വെച്ച് പരിശോധിക്കുമ്പോൾ നമ്മളുടെ മരണം അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുക, നല്ലവരായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നല്ലാതെ എന്തു പറയും. നമ്മൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസം വീട്ടിലുണ്ടായിരുന്ന വേലക്കാരായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള കുട്ടികളെയൊക്കെ അവനവന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. 6-7 ദിർഹം സ്വന്തമായിട്ടുണ്ടായിരുന്നത് സ്വതക്ക കൊടുക്കാൻ ഏർപ്പെടുത്തുന്നു. ആയുധങ്ങളൊക്കെ സ്വഹാബത്തിന് ഇടയിൽ വിതരണം ചെയ്യുന്നു. വിളക്കിൽ എണ്ണയാണെങ്കിൽ കത്തിക്കാനിട്ട് അവിടെ ഇല്ല താനും അയൽപ്പക്കത്ത് നിന്ന് വിളക്കിലേക്ക് എണ്ണ കടം വാങ്ങേണ്ടി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ജനങ്ങളെ നോക്കി അവർ നമസ്കരിക്കുന്ന സുബഹി നമസ്കരിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നു. അതിനുമപ്പുറം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ച് ഉപദേശങ്ങൾ നൽകുന്നു, സ്വഹാബത്തിനെ വിളിച്ച് ഉപദേശങ്ങൾ നൽകുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലേ? മക്കളെ വിളിച്ച് ഉപദേശങ്ങൾ നൽകുന്നു, പേരമക്കളെ വിളിച്ച് ഉപദേശങ്ങൾ നൽകുന്നു. സ്വഹാബത്തിൽ ഓരോരുത്തരെയും കൂട്ടമായും വിളിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നു. ഞാൻ ഈ ലോകത്ത് എന്തൊക്കെയാണോ ചെയ്തു വെക്കാനുള്ളത് അതെല്ലാം ചെയ്തു വെക്കുന്നു. ഏത് സമയത്ത്? അവസാന നിമിഷം പോലും. അങ്ങനെ വഫാത്തിലേക്ക് അടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, മഅല്ലദീന അൻഅമത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവേ, ഇനി എന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം തീർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നീ അനുഗ്രഹിച്ച പ്രവാചകന്മാരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാഇന്റെ കൂടെ, എനിക്കും സ്വാലിഹുകളുടെ കൂടെ എന്നെയും ചേർക്കണമേ. അല്ലാഹുമ്മ ഇലർ റഫീഖ് എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിനോട് വേർപെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു മരണം തിരഞ്ഞെടുക്കാനുള്ള, നമ്മുടെ ബാധ്യതകൾ തീർത്തു വെക്കാനുള്ള ഒരു മുന്നറിയിപ്പ് റബീഉൽ അവ്വൽ നമുക്ക് നൽകിയോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. പായസം കുടിക്കാനും മിഠായി തിന്നാനും സിന്ദാബാദ് വിളിക്കാനും മൗലൂദ് ഓതാനും അതിന് രാത്രിയിൽ വാപ്പയെ നടക്കുന്ന പരിപാടികൾക്ക് സമ്മാനം കൊടുക്കാനും അവിടൊക്കെ സാപ്പേന് സംഭാവന കൊടുക്കാനും ഒക്കെ നമ്മൾ തയ്യാറായി. ന്യായാന്യായങ്ങൾ അവനവൻ ആലോചിക്കുക. ആ പണത്തിനൊക്കെ കണക്ക് പറയേണ്ടി വരില്ലേ, ആ പങ്കാളിത്തത്തിനും എന്നത് ഒക്കെ ആലോചിക്കുക. പക്ഷെ എനിക്ക് പറയാം, നമുക്ക് ഓർക്കാനുള്ളത് അതിനുമൊക്കെ അപ്പുറത്ത് ഈ റബീഉൽ അവ്വൽ നമ്മളുടെ മരണത്തെക്കുറിച്ച് നമ്മെ വല്ലതും ഓർമ്മിപ്പിച്ചു. ഈ റബീഉൽ അവ്വൽ മരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനുള്ള എന്തെങ്കിലും ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ലഭ്യമായോ? നോക്കൂ, നിങ്ങൾ ഖുർആൻ പറയാ, സൂറത്ത് ആല ഇമ്രാന്റെ 144-ാമത്തെ വചനം, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ
ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അവസാന പ്രവാചകൻ മാത്രമാകുന്നു. അദ്ദേഹം മരിക്കാം, അദ്ദേഹം കൊല്ലപ്പെടാം. അഫ ഇമ്മാത ഔ ഖുതില ഇൻഖലബതും അലാ അഅഖാബിക്കും. അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത് അദ്ദേഹം ഇല്ലാത്ത ഒരു കാലത്ത് നിങ്ങളൊക്കെ തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങുമോ എന്ന പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, അഫ ഇമ്മാത ഔ ഖുതില ഇൻഖലബതും അലാ അഅഖാബിക്കും. ആ പ്രവാചകന്റെ നിലപാടുകളിൽ നിന്ന്, വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന്, നിർദ്ദേശങ്ങളിൽ നിന്ന്, ആ പ്രവാചകന്റെ മാതൃകകളിൽ നിന്ന് നിങ്ങൾ സ്വന്തമായി ഒരു മാതൃക രൂപീകരിച്ച് തന്നിഷ്ടപ്രകാരം ദീനിൽ നിന്ന്, സുന്നത്തിൽ നിന്ന് പിന്നോക്കം പോകുമോ? വമയൻഖലിബു അലാ അഖിബൈഹി. ആരു പിന്നോക്കം പോയാലും ഫലയളുറല്ലാഹ ശൈഅ. അല്ലാഹുവിന് അതുകൊണ്ടൊരു കുഴപ്പവും വരാൻ പോണില്ല. എന്നിട്ടല്ല പറയാ വസയജിസില്ലാഹു ശാകിരീൻ. എന്നാൽ തനിക്ക് ലഭ്യമായ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാൻ ആര് തയ്യാറായാലും അവർക്കൊക്കെ പരലോകത്ത് ഉത്തമമായ പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യും. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല മരണത്തിന് വേണ്ടുന്നത് എന്തെല്ലാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവുമായി ബന്ധപ്പെട്ട മരണത്തോടടുത്ത ദിവസങ്ങളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും വ്യക്തതയോടെ ലളിതമായി വിശദമായി മനസ്സിലാക്കാൻ സാധിക്കുക. ആ ചടങ്ങുകളിൽ എന്തെല്ലാമുണ്ട്? തൗഹീദിനു വേണ്ടിയുള്ള നിലപാടുണ്ട്. അവസാന വസിയ്യത്തുകളിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അസ്വലാ 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 വമാ മലക്കത്ത് ഈമാനുക്കും. ജനങ്ങളെ, നമസ്കാരം നമസ്കാരം നമസ്കാരം. അതിനോട് അലസത കാണിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവരുത്. സഹോദരിമാരോട്, സ്ത്രീകളോട് മാന്യമായി പെരുമാറുകയും വേണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ നോക്കുക. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ. അല്ലാഹുവിനല്ലാതെ മറ്റുള്ളവർക്ക് ആരാധനയുടെ ഏതെങ്കിലും അംശം അവതരിപ്പിനെ മാറ്റിവെച്ചു കൊടുക്കുന്ന ശിർക്കൻ സമ്പ്രദായം നമ്മളിൽ ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ സമ്പത്ത് അത് ശുദ്ധമാണോ എന്ന് നോക്കുക. നമുക്ക് നൽകാനുള്ള വസിയ്യത്തുകൾ പൂർണ്ണമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. മക്കളോടും ഇണകളോടും കുടുംബങ്ങളോടും പേരമക്കളോടുമുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അവരെ നേർവഴിയിൽ നയിക്കാനുള്ള വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. എല്ലാം പൂർണ്ണമാണെങ്കിൽ നമ്മുടെ മരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലുള്ള ഒരു മരണമായി മാറാനുള്ള പ്രാർത്ഥന കൂടി നമുക്ക് അതിന്റെ കൂടെ കൊണ്ടുവച്ചാൽ നമ്മൾ പരമാവധി ശുദ്ധരായി മാറും. അങ്ങനെ ഒരു ജീവിതത്തെ, അങ്ങനെ ഒരു മരണത്തെ, അങ്ങനെ ഒരു സംസ്കാരത്തെ, അങ്ങനെ ഒരു സ്വഭാവ സംവിധാനത്തെ സ്വന്തമാക്കാനും പരിശീലിക്കാനും അത് നേടിയെടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹ് യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ العزيز الغفار المتكبر الجبار له الكتاب وإليه الإياب وعليه الحساب وصلى الله وسلم على نبينا وحبيبنا محمد الأمين وآله وصحبه أجمعين أما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി വിനീത വിധേയരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗങ്ങളെ, മാതൃകകളെ ആദരപൂർവം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സദാസമയങ്ങളിൽ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ജാഗ്രതയോടുകൂടിയുള്ള ജീവിതം നയിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ പഠിക്കുന്നിടത്ത് പ്രധാനപ്പെട്ട ഷർത്തുകൾ 5 എണ്ണമാണ്. സമയമാവുക, ഖിബ്ല കൃത്യമാവുക, പിന്നെ നിയ്യത്ത് കൃത്യമാവുക, ഉളു ഉണ്ടായിരിക്കുക എന്നതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടുന്ന ഒരു സംഗതി മാലിന്യങ്ങളിൽ നിന്ന് വൃത്തിയാവുക എന്നതാണ്. എന്തിനെയെല്ലാമാണോ നമ്മൾ മാലിന്യമെന്ന് മനസ്സിലാക്കുന്നത് അതൊന്നും രക്തം, ശവം, ചലം, ഛർദ്ദിച്ചത്, മലം, മൂത്രം എന്നിവയൊക്കെയാണ് സാങ്കേതികമായി പിന്നെ മാലിന്യം എന്ന് പറയാവുന്നത് എങ്കിലും നമുക്ക് വൃത്തികേട് എന്ന് തോന്നുന്നതൊന്നും ഇല്ലാതിരിക്കുക എന്നതാണ് നമ്മളതിൽ പാലിക്കേണ്ടുന്ന മര്യാദ. നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വസ്ത്രത്തിലോ നമസ്കരിക്കുന്ന സ്ഥലത്തോ നജസ്സുകളുണ്ടെങ്കിൽ
അത് ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി എന്നതൊക്കെ അതിന്റെ സാങ്കേതികമായ പദങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മാലിന്യം, മോശം, വൃത്തികേട് എന്ന് പറയാൻ കഴിയുന്ന, തോന്നുന്ന യാതൊന്നുമില്ലാതെ വിശുദ്ധരായി, പരിശുദ്ധരായി, പരമാവധി വൃത്തിയോടെ, പരമാവധി വെടിപ്പോടു കൂടിയാണ് നമസ്കരിക്കാൻ നിൽക്കേണ്ടത്. ഈ പറഞ്ഞ സംഗതികൾ ചലം, ഛർദ്ദിച്ചത്, രക്തം, മലം, മൂത്രം എന്നിവ ശരീരത്തിലോ വസ്ത്രത്തിലോ നമസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടെങ്കിൽ നമസ്കാരം ശരിയാവുകയില്ല. ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും ഉണ്ടെങ്കിലും നമസ്കാരം ശരിയാവുകയില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, പറയേണ്ടതില്ല. പക്ഷെ അതിനും അപ്പുറത്താണ് മോശപ്പെട്ട ഒരു സാഹചര്യമല്ല നമസ്കരിക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും കുലീനമായ, ഏറ്റവും വെടുപ്പുള്ള സാഹചര്യം ഒരുക്കിയെടുത്ത് ശുദ്ധ മനസ്സോടുകൂടി നമസ്കരിക്കാനുള്ള ഒരു പരിശീലനവും അതൊരു സ്വഭാവമായി, അതൊരു ശീലമായി വളർത്തിക്കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കണം. ഉള്ള കള്ളിത്തുണിയൊക്കെ എടുത്തിട്ട്, കള്ളിത്തുണി മോശാന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല, പക്ഷേ കള്ളിത്തുണി കൊണ്ട് പള്ളിയിലേക്ക് വരും. പള്ളിയിൽ നമ്മളൊന്ന് അങ്ങാടിക്കൊന്ന് കോട്ടപ്പടിക്കൊക്കെ ഒന്ന് ഒരു കട്ടൻ ചായ കുടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പടി പോയി തുണികുപ്പായി ഒന്ന് മാറ്റി വരട്ടെ എന്ന് പറയുന്നൊരവസ്ഥയാണെങ്കിൽ പള്ളിക്ക് നമ്മൾ 2ാം സ്ഥാനമാണ് കൊടുക്കുന്നത് എന്നത് നമ്മൾ ഉറപ്പിക്കുക. അതിവിടെ കൂട്ടിയിട്ടാണ് ഞാൻ മോശമായത്. മോശമെന്ന് നമ്മൾ പറയുന്നതൊന്നും നമസ്കരിക്കുന്ന സമയത്തുണ്ടാവരുത്. യബനി ആദമ ഖുദൂ സീനതക്കും ഇൻദ കുല്ലി മസ്ജിദിൻ എന്നാണ്. എല്ലാ നമസ്കാര സമയങ്ങളിലും, എല്ലാ നമസ്കാര സ്ഥലങ്ങളിലും നിങ്ങൾക്ക് എങ്ങനെ അലങ്കൃതരാവാൻ കഴിയുമോ അങ്ങനെ നിങ്ങൾ അലങ്കാരം ഉപയോഗിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട്ട് പോകുമ്പോൾ, പെരിന്തൽമണ്ണക്ക് പോകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന തുണിയും കുപ്പായെങ്കിലും ആവണം പള്ളിയിലേക്ക് ജമാഅത്തിന് വരുമ്പോഴും വീട്ടിൽ നിന്ന് നമസ്കരിക്കുമ്പോഴും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നെങ്കിലും മനസ്സിലാക്കുക. ഇവിടുന്ന് പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് ഇതിനേക്കാൾ നല്ലൊരു വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങണം എന്ന് തോന്നുന്നുവെങ്കിൽ പള്ളി മോശമായിട്ട് പള്ളിയെ നമ്മൾ അവഗണിക്കുകയാണ്. നമസ്കാരത്തെ അതിപ്പോൾ അങ്ങനെ ആയാലും മതി. വൈകുന്നേരം മുതൽ നേരം വെളുക്കോളം കിടന്നുറങ്ങിയിട്ട് അതേ തുണിയും കുപ്പായം തന്നെ എടുത്തു വരുന്നത് അത്ര നല്ലതല്ല എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇബാദത്ത്, നമസ്കാരം അഫ്ളലുൽ ഇബാദയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇബാദത്താണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് നമ്മൾ ഇതിനെക്കുറിച്ചാണ് എന്ന ആ ഗൗരവമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നമസ്കാരത്തെ സമീപിച്ചതുപോലെ സമീപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ആഴത്തിൽ അപഗ്രഥിക്കാനും ആഴത്തിൽ പഠിക്കാനും ആ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങളെ ആത്മാർത്ഥതയോടുകൂടി ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കേവലം ഒരു കഥ കേൾക്കുന്ന രൂപത്തിലോ ചരിത്രം പഠിക്കുന്ന രൂപത്തിലോ അല്ലാതെ പരലോകത്ത് വിജയിക്കാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനായാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നു പഠിപ്പിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായത് എന്നതും അതെല്ലാം അതേപോലത്തിൽ നടപ്പിലാക്കാൻ ഒരു പ്രയാസവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ചാലും ഇതൊക്കെ നടക്കുമെന്ന തിരിച്ചറിവ് ആ ജീവിതത്തെ സംബന്ധിച്ച പഠനത്തിൽ നിന്ന് നേടിയെടുക്കാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാനുള്ള ആ വഴികളെ സന്തോഷത്തോടു കൂടി സ്വന്തം ജീവിതത്തിലേക്ക് മാറ്റിവെക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാത്തരം വീഴ്ചകളിൽ നിന്നും എല്ലാത്തരം അബദ്ധങ്ങളിൽ നിന്നും റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ രോഗങ്ങളെല്ലാം നമുക്ക് ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്ക് പേരെടുത്ത് പറയാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അവർക്കും അല്ലാത്തവർക്കും ഒക്കെയും സത്യവിശ്വാസികളായി മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا وأجر والدينا وأغننا من النار. اللهم أعز الإسلام والمسلمين. اللهم أحينا مسلمين وأمتنا مسلمين والحقنا بالصالحين. اللهم حسن لنا مرادنا ويسر لنا أمورنا يا رب العالمين. اللهم ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم اهدنا الصراط المستقيم
صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين والحقنا بالصالحين. وصلى الله وسلم على محمد.